നമസ്തേ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ശ്രീരാമപാദ സ്പർശത്താൽ പുണ്യഭൂമിയായ സരയൂ നദിക്കരയിലേക്ക് ശ്രീരാമ ഭഗവാൻ വീണ്ടും എത്തുകയാണ്. അതെ, ഓരോ ഭാരതീയന്റെയും പ്രാർത്ഥനകളുടെ സഫലീകരണമായി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആയിരത്തി 1990 ആദ്യത്തെ കർസേവയ്ക്ക് വേണ്ടി പോകുന്നത്. ആ കാലഘട്ടം ശ്രീ മുലായം സിംഗ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായ എന്ന കാലഘട്ടമാണ്. ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തെ ഏറ്റവും കൂടുതൽ എതിർപ്പ് ആ കാര്യത്തിൽ പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി ശ്രീ മുലായം സിംഗ് യാദവാണ്. മുലായം സിംഗിന്റെ ഭരണത്തിൽ ഒരിക്കലും അവിടെ കർസേവ നടക്കില്ല എന്നായിരുന്നു വലിയ ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികളെ, പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ആ കർസേവ നടത്തേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. യുപിയിലുള്ള എല്ലാ ജയിലുകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതുകൊണ്ട് അന്ന് കോളേജുകളും സ്കൂളുകളുമാണ് താൽക്കാലിക ജയിലുകളാക്കിയത്. അങ്ങനെ ഒരു താൽക്കാലിക ജയിലിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ലളിത്പൂരിലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജാണ് താൽക്കാലിക ജയിലായി അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ആ ജയിലിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങളോടൊപ്പം കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള കർസേവകരുണ്ടായിരുന്നു. ആകെ 867 കർസേവകർ ആ കോളേജ് ജയിലിൽ വന്നു ചേർന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവിടെ ജയിൽവാസം എങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ സംസ്ഥാനത്തിനും വന്ന പ്രമുഖരായ കർഷകർ ഒന്നിച്ചുകൂടി തീരുമാനിച്ചിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ കാര്യക്രമങ്ങളിലൂടെ ജയിൽവാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ രാവിലെ യോഗയും അതുപോലെ അതിനുശേഷം ഒരു രാമപൂജയും പിന്നീട് ഓരോ സംസ്ഥാനത്തെയും കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും പരിചയവും ഉച്ചയ്ക്ക് കുറച്ച് വിശ്രമവും വൈകുന്നേരം ചില ലഘു കളികളും അതുപോലെ സന്ധ്യയായി കഴിഞ്ഞാൽ വീണ്ടും ശ്രീരാമ പൂജയും ഭജനയും ഒക്കെ നടത്തി ഉത്സാഹത്തോടു കൂടി ആ ദിനങ്ങൾ മുന്നോട്ട് പോയി. അന്നത്തെ ഒരു അവസ്ഥ, ഒരൊറ്റ പ്രൈവറ്റ് വാഹനമോ അതുമല്ല പൊതുഗതാഗതത്തിന് ആവശ്യമായ വാഹനങ്ങളോ അതെല്ലാം നിരോധിച്ചിരുന്നു. കാരണം പോലീസുകാരെ എങ്ങനെയെല്ലാം കർഷകരെ ഉപദ്രവിക്കാമോ ഉപദ്രവിച്ചു. ലാത്തി കൊണ്ടും ബൂട്ട് കൊണ്ട് ചവിട്ടി അരച്ചു എന്ന് പറയുന്നതാണ് ശരി. കേരളത്തിൽ നിന്ന് അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് 87 പേരിൽ 55 പേർക്ക് മാരകമായി പരിക്കേറ്റു. BSDBയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റു. ഏതാണ്ടൊരു 3/4 മണിക്കൂർ അത് നീണ്ടു നിന്നു. അതിനുശേഷം വന്ന് നോക്കിയപ്പോൾ തലങ്ങനെയും വിലങ്ങനെയും അടികൊണ്ട് അങ്ങേയറ്റം അവശരായി കിടക്കുന്ന കർഷകരെയാണ് കാണുന്നത്. ഞങ്ങൾ കേരളത്തിലുള്ളവർ മാത്രമല്ല, ഈ 867 പേരിൽ ഏതാണ്ട് ഭൂരിപക്ഷം പേരും 80% പേരും അടികൊണ്ട്. ഈ 20% ആളുകൾക്കാണ് അടികൊള്ളാതെ രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരെയും മാരകമായി ആണ് അടിച്ചത്. അത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമായിരുന്നു. കാരണം ജയിലിനുള്ളിലാണ്, പുറത്തൊരു പ്രകടനമോ ഒന്നുമല്ല. ഒരിക്കലും ഒരു പോലീസ് ഫോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല അന്ന് നടന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ഭാരതീയനോടും പറഞ്ഞ വാക്കുകൾ ആത്മസഫലീകരണത്തിന്റെ നിർവൃതിയാണ് ഓരോ ശ്രോതാവിനും നൽകിയത്. ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും മാനവ നവീകരണത്തിന്റെ നല്ല പാതയിലേക്ക്
ഓരോ മനുഷ്യനെയും നയിക്കുന്നതിന്റെ സാക്ഷ്യപത്രമായി തീരുകയായിരുന്നു ആ നിമിഷങ്ങൾ. ये राम के रूप में राष्ट्र चेतना का मंदिर है। राम भारत की आस्था है, राम भारत का आधार है, राम भारत का विचार है, राम भारत का विधान है, राम भारत की चेतना है, राम भारत का चिंतन है, राम भारत की प्रतिष्ठा है, राम भारत का प्रताप है, राम प्रवाह है, राम प्रभाव है, राम नेति भी है, राम नीति भी है, राम नित्यता भी है, राम निरंतरता भी है, राम विभु है, विशद है, राम व्यापक है, विश्व है, विश्वात्मा है। और इसलिए जब राम की प्रतिष्ठा होती है तो उसका प्रभाव वर्षों या शताब्दियों तक ही नहीं होता, उसका प्रभाव हजारों वर्षों के लिए होता है। महर्षि वाल्मीकि ने कहा है, राज्यम 10 सहस्त्राणि प्राप्य वर्षाणि राघव, अर्थात राम 10,000 वर्षों के लिए राज्य पर प्रतिष्ठित हुए, यानी हजारों वर्षों के लिए राम राज्य स्थापित हुआ. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. 2024 ജനുവരി 22 കലണ്ടറിൽ കുറിക്കപ്പെടുക കേവലം ഒരു ദിവസം എന്ന നിലയിലായിരിക്കില്ല. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രത്തിൽ, ലോകത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിൽ സുവർണാലേഖിതം ചെയ്യപ്പെടുന്ന പുണ്യദിനമായിട്ട് 2024 ജനുവരി 22 ലോക കലണ്ടറിൽ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗം, അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളുടെ ക്ഷമ, അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമാണ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിലൂടെ, ഈ പ്രാണപ്രതിഷ്ഠയിലൂടെ നടന്നിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അവിടെ തന്നെ പങ്കെടുത്ത രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് മാന്യ ഡോക്ടർ മോഹൻജി ഭഗവത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കും വളരെ പ്രസക്തമായിട്ടുള്ള വാക്കാണ്. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആരംഭമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത് എന്നാണ് സർസംഘചാലക് കുറിച്ചിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് അതിനേക്കാൾ പ്രസക്തമാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്തത് എന്നാണ് എന്ന് സർസംഘചാലക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPIM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളെ സംബന്ധിച്ച് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ദിനമായിരുന്നു. നമ്മൾ പണ്ട് പറയില്ലേ, നമ്മുടെ ഈ കാന്താരി കണ്ണിൽ പൊട്ടിച്ച അവസ്ഥയാണ് ഇന്നിപ്പോ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കും. കാരണം അവർ കാലങ്ങളായി നെയ്തെടുത്തിരുന്ന ഒരു നാരറ്റീവിനെ ഒരൊറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി അടിച്ച് പകർത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സൈദ്ധാന്തിക നഷ്ടത്തിന്റെ കയത്തിൽ വീണ് കിടക്കുന്ന CPM-ന് ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്മനാഭൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാം. കാരണം അവരൊക്കെ അടുത്ത വർഷം തീർച്ചയായിട്ടും തിരിച്ച് BJP-യുടെ അല്ലെങ്കിൽ RSS-ന്റെ സ്തുതി പാടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം ഈ രാജ്യത്ത് CPM എന്ന പാർട്ടി ജനജീവിതത്തെ അത്ര ദുസ്സഹമാവും വണ്ണം അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അധികകാലമൊന്നും സാംസ്കാരിക നായകന്മാർക്ക് ഇങ്ങനെ തുടരാൻ പറ്റില്ല. അവരുടെ അത്തരത്തിലുള്ള അവരുടെ ഈ പാർട്ടിയോട് പറ്റി നിന്നിട്ട് ഔദാര്യം വാങ്ങുന്ന ആ ജീവിത രീതി മാറ്റാൻ അവർ നിർബന്ധിതരാകുക തന്നെ ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ജീവിതയാത്രയിൽ അദ്ദേഹം അനുഭവിച്ച വിശ്വാസരാഹിത്യം കൊണ്ടുണ്ടായ മാനസിക പിരിമുറുക്കത്തിന്റെ കഥ അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 1893 ചിക്കാഗോയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയപ്പോൾ
അദ്ദേഹം നടത്തിയ സത്സംഗത്തിൽ തന്റെ ആ അനുഭവ കഥ ഭക്തരോട് പങ്കുവച്ചിരുന്നു. അതിസമ്പന്നമായ വൈദേശിക ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഭക്തിയും വിശ്വാസവും സ്നേഹവും പ്രണയവുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണമായി അദ്ദേഹം കണ്ടെത്തിയത് സ്വയം നവീകരിക്കാനായി ഒരു സ്വകാര്യ ഇടം അവന് സ്വന്തമായി ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ്. മനുഷ്യ മനസ്സിനെ പവിത്രീകരിക്കാൻ ക്ഷേത്രങ്ങൾ ഉണ്ടാകേണ്ടത് പ്രാണവായു പോലെ മനുഷ്യന് അത്യന്താപേക്ഷിതമാണെന്ന് സ്വാമി തിരിച്ചറിഞ്ഞത് ആ വിദേശയാത്രയിലായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിൽ സംഭവിച്ച അതിശയകരമായ ഒരു അനുഭവം അന്ന് അദ്ദേഹം ഭക്തരുമായി പങ്കുവച്ചു. ഒരു സന്യാസ ജീവിതത്തിന്റെ ആത്മീയ പ്രകാശത്തിലൂടെ സൌരയൂഥത്തിൽ എന്ന പോലെ സഞ്ചരിക്കുമ്പോഴും ലൌകിക ജീവിതത്തിന്റെ ചില കാണാച്ചരടുകൾ തന്നെ സംശയാലുവാക്കുന്നത് ബാലനായ സ്വാമി വിവേകാനന്ദൻ തിരിച്ചറിഞ്ഞിരുന്നു. ആത്മീയതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സമൂഹത്തിനു വേണ്ടി താൻ ഒന്നും ചെയ്യുന്നില്ലേ എന്നൊരു സംശയം അദ്ദേഹത്തിൽ ഉദിച്ചു. സംസാരസാഗരത്തിന് നടുവിൽ ദിശ തെറ്റി നീങ്ങുന്ന മനുഷ്യജീവിതങ്ങളെ കാണാതെ ആത്മീയതയിൽ അഭയം തേടുന്നത് ഭീരുത്വമാണെന്ന് വരെ അദ്ദേഹത്തിന് തോന്നി. അളവറ്റ ആധിയുമായി ബാലനായ വിവേകാനന്ദൻ തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന് മുന്നിലെത്തി. വിവേകാനന്ദനെ പോലെ ശാന്തനായ ഒരാൾ വികാരവിക്ഷുബ്ധനായി തന്റെ മുന്നിലെത്തുമെന്ന് ഗുരു പ്രതീക്ഷിച്ചതല്ല. വിവേകാനന്ദൻ ഗുരുവിനോട് ചോദിച്ചു, ബുദ്ധിശൂന്യവും നിരർത്ഥകവുമായ ഈ ആത്മീയത കൊണ്ട് എന്ത് പ്രയോജനം? എനിക്കൊരു ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ അമ്മയെയും ബന്ധുജനങ്ങളെയും എനിക്ക് നന്നായി നോക്കാമായിരുന്നു. അവരുടെ സന്തോഷവും സംതൃപ്തിയും ഒരുപക്ഷെ എന്നിൽ അല്പം കൂടി ആഹ്ലാദമുണ്ടാക്കിയേനെ. ഗുരു ചോദിച്ചു, അമ്മയാണോ നിന്റെ ഇപ്പോഴത്തെ വിഷയം? നിനക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അമ്മയോട് തന്നെ ചോദിച്ചോളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ വീട്ടിൽ പൂജിച്ചിരുന്ന കാളി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് കൈ ചൂണ്ടിയാണ് ഗുരു ആ വാക്കുകൾ വിവേകാനന്ദനോട് പറഞ്ഞത്. തന്റെ ആധികൾക്ക് ഉത്തരം കിട്ടുമെന്ന ആശ്വാസവുമായി വിവേകാനന്ദൻ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കാൽവെച്ചു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വിവേകാനന്ദനോട് ഗുരു ചോദിച്ചു, നീ നിന്റെ ആവശ്യങ്ങൾ അമ്മയോട് ചോദിച്ചുവോ? വിവേകാനന്ദൻ പറഞ്ഞു, ഇല്ല ഗുരു, ഞാൻ ചോദ്യങ്ങൾ മറന്നുപോയി. ഗുരു ആവശ്യപ്പെട്ടു, അകത്തുപോയി ഒന്നുകൂടി ചോദിക്കും. വിവേകാനന്ദൻ കാളി ക്ഷേത്രത്തിനുള്ളിലേക്ക് വീണ്ടും കടന്നു. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വന്ന വിവേകാനന്ദനോട് ഗുരു വീണ്ടും ചോദിച്ചു, അമ്മ നിനക്കൊരു ഉത്തരം തന്നുവോ? മറുപടിയായി വിവേകാനന്ദൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു ചോദ്യവും ചോദിച്ചില്ല. ഗുരു വീണ്ടും വിവേകാനന്ദനെ നിർബന്ധിച്ച് കാളിക്ഷേത്രത്തിലേക്ക് പറഞ്ഞുവിട്ടു. ഏതാണ്ട് 8 മണിക്കൂർ കഴിഞ്ഞാണ് വിവേകാനന്ദൻ പുറത്തു വന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ വീണ്ടും ചോദിച്ചു, അമ്മ എന്തുത്തരം തന്നു? അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഇല്ലാത്ത ആത്മീയ അനുഭൂതിയിലൂടെയാണ് ഞാൻ ഇത്രനേരം സഞ്ചരിച്ചത്. അതിന് വഴിയൊരുക്കിയത് ഈ ക്ഷേത്രമാണ്. അവിടെ ഞാനും കാളിദേവിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ചോദ്യോത്തരങ്ങൾ അവിടെ അപ്രസക്തമാണ്. ഗുരുവിനോടുള്ള വിവേകാനന്ദന്റെ ഈ മറുപടി ഗുരുവിനോട് മാത്രമല്ല, മനുഷ്യകുലത്തോട് ആകമാനമാണ്. ഇഹലോക ജീവിത സാഗരത്തിൽ നിന്ന് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം താനും ഈശ്വരനും മാത്രമുള്ള നിമിഷത്തിൽ ജീവിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഉഷ്ണവേഗങ്ങൾ കൊണ്ട് നിസ്സഹായരാകുമ്പോൾ ഒരു തണൽ വൃക്ഷം ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട്. ആ തണൽ നൽകുന്ന സുഖശീതളിമയുടെ നല്ല നിമിഷങ്ങളാണ് ഓരോ ക്ഷേത്രവും ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ സന്തോഷവും ആത്മനിർവൃതിയും നേടുന്ന നിമിഷങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങളും ഉയർന്നു. നിയമപരമായി അനുവദിച്ചു കിട്ടിയ സ്ഥലത്ത് ശ്രീരാമക്ഷേത്രം പണിതപ്പോൾ ധർമ്മത്തിന്റെ പ്രതീകമായി, മൂല്യസങ്കല്പങ്ങളുടെ രൂപമായി ശ്രീരാമദേവനെ ദർശിക്കുമ്പോൾ സങ്കുചിതത്വങ്ങൾക്ക് പ്രസക്തിയില്ല എന്നതാണ് വാസ്തവം. ഈ കേരളത്തിൽ ഒരു BJPയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹമോ കേരളത്തിലെ മുസ്ലിം സമൂഹമോ
അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ചോ അപകടകരമായിട്ടുള്ള, ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന, ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ ശ്ലാഘനീയമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വർഗീയ വിദ്വേഷവും ഹിന്ദുവിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഹിന്ദുവിന്റെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും മുഹൂർത്തങ്ങൾ ഹിന്ദുവിന് ഉണ്ടാകാൻ പാടില്ല എന്നും ആഗ്രഹിക്കുന്ന നീച വംശമായിട്ട് കേരളത്തിലെ മതേതര കോലങ്ങളെന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും നശിച്ച് നാമാവിശേഷമായി മാറുന്നതിന്റെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ പ്രബുദ്ധ സമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ചില മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ജനത്തിൻ്റെയൊക്കെ റിപ്പോർട്ടർമാർ അഭിമാനത്തോടെ അയോധ്യയിൽ ചെന്ന് നിന്ന് അവിടുത്തെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ച് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസുകാരൻ്റെയും പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെയും ആക്രോശം കണ്ട് ഭയന്ന് ചില മാധ്യമങ്ങൾ അവരുടെ റിപ്പോർട്ടർമാരെ ലൈവ് ടെലികാസ്റ്റിന് വേണ്ടി അയോധ്യയിലേക്ക് വിട്ടിട്ടില്ല. ഒരു മാധ്യമത്തിലിരുന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗീയ അജണ്ടയും എത്രത്തോളം അപകടകരമായിട്ടാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. കോടതി വിധിയിലൂടെ 500 വർഷത്തോളം കാത്തിരുന്ന് ക്ഷമയോടുകൂടി നേടിയെടുത്തൊരു വിധി മുസ്ലിം പള്ളിക്കും സ്ഥലം കൊടുത്തിട്ടുണ്ട്, ഹിന്ദു ക്ഷേത്രത്തിനും കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് അപ്പുറത്ത് ഒരു ആശ്രയവും ഹിന്ദുക്കൾക്കില്ല. അത്രയും പരമമായ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ വിധി സമ്പാദിച്ച ശേഷം നിയമപരമായി അനുവദിച്ചു കിട്ടിയ സ്ഥലത്തല്ലേ ഹിന്ദുക്കൾ ക്ഷേത്രം പണിതിരിക്കുന്നത്? അപ്പോ ഇതിലും പറയുന്നത്, ഇവിടുത്തെ ജിഹാദികൾ പറയുന്നത് പള്ളിപ്പറമ്പിൽ രാമൻ എന്നറിയപ്പെടുന്നതാണ്. ഒരു വിഷമവുമില്ല, പള്ളിപ്പറമ്പിലും രാമൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷമവുമില്ല. പള്ളിപ്പറമ്പിലും പള്ളിക്കൂടത്തിലും എല്ലായിടത്തും ഞങ്ങളുടെ രാമനുണ്ട്, രാമലല്ലയുണ്ട്. ഭാരതത്തിന്റെ ഓരോ തരി മണലിലും ഓരോ തരി മണ്ണിലും രാമശബ്ദം, രാമനാമം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അയോധ്യ എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമാണ്. രാമൻ ജനിച്ച സ്ഥലമാണ്. വാൽമീകീയ രാമായണത്തിൽ സരയൂ നദിക്കരയിലുള്ള അയോധ്യയെ പറ്റിയാണ് പറയുന്നത്. അതൊന്നല്ലേ ഉള്ളൂ ഭൂമിയിൽ. ആ സ്ഥലം ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും എത്ര പഴി കേട്ടിട്ടാണെങ്കിലും നേടിയെടുക്കുമെന്ന് പണ്ടേ പറഞ്ഞതാണ്. അത് നേടിയെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത്, കാശിയും മധുരയും പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് കാലൊരച്ച് കഴുകാനുള്ളതല്ല ശിവലിംഗമെന്ന് നിങ്ങൾ വരും ഭാവിയിൽ ഉടനെ തന്നെ മനസ്സിലാക്കും. സംസ്കൃതത്തിൽ ക്ഷയാൽ ത്രായതേ ഇതി എന്നാണ് ക്ഷേത്രത്തെ നിർവചിച്ചിരിക്കുന്നത്. നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ക്ഷേത്രം എന്നാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. നാം ആരാധിക്കുന്നത് കല്ലുകൊണ്ടോ ലോഹം കൊണ്ടോ ഉള്ള വിഗ്രഹങ്ങളിലാണെങ്കിലും ആ സമർപ്പണം ഈശ്വരനിൽ എത്തുന്നത് ഭക്തന്റെ ആത്മാന്വേഷണത്തിന്റെ വ്യാപ്തിയുടെ കാഠിന്യം ഒന്നുകൊണ്ട് മാത്രമാണ്. തികഞ്ഞ ഒരു ഭക്തന് ക്ഷേത്രസാന്നിധി നൽകുന്ന ആത്മവിശ്വാസം ദൈവികമായി തീരുന്നത് അതുകൊണ്ടാണ്. BJP പ്രവർത്തകർക്കുള്ളൊരു സൗഭാഗ്യം എന്താണെന്നറിയോ? ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേവലം മുദ്രാവാക്യങ്ങളല്ല. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് ജീവനുണ്ട്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് തുടർച്ചയുണ്ട്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഞങ്ങളുടെ ജൈവികമായിട്ടുള്ള പ്രേരണയിൽ നിന്ന് ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ കേവലം മറ്റുള്ളവരെ പറ്റിക്കാനല്ല, ആ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളെ നയിക്കുന്നത്. ആ മുദ്രാവാക്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ഞങ്ങൾ ഞങ്ങളുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നത്. ആ മുദ്രാവാക്യങ്ങൾ നേടുന്നതുവരെ വിശ്രമമില്ലാതെ ത്യാഗപൂർണമായി പ്രവർത്തിക്കാനുള്ള ശീലമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം പകർന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ നടപ്പാക്കും. അത് 500 വർഷം പഴക്കമുള്ള ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇന്നേക്ക് 73 വർഷം പഴക്കമുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ആ ജീവാർപ്പണമുണ്ടല്ലോ, 370-ാം വകുപ്പ് എടുത്ത് ദൂരേക്ക് കളയണമെന്നുള്ള ജീവാർപ്പണമാണെങ്കിലും, അതുപോലെ തന്നെ കോമൺ സിവിൽ കോഡാണെങ്കിലും, ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിലും,
ഒരിക്കൽ ഞങ്ങൾ ഒരു മുദ്രാവാക്യം ഈ രാജ്യത്ത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഉയർത്തിയ മുദ്രാവാക്യമാണെങ്കിലും എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉയർത്തിയ മുദ്രാവാക്യമാണെങ്കിലും ആ മുദ്രാവാക്യം അവസരം ലഭിക്കുമ്പോൾ, ജനഹിതം ലഭിക്കുമ്പോൾ നടപ്പാക്കും എന്നുള്ളതാണ് BJPയുടെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള വ്യത്യസ്തത, വ്യതിരിക്തത എന്ന് ഇന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുന്ന സുദിനം കൂടിയാണ്. ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികന്മാരും കൂടി കാലങ്ങളായി ഉണ്ടാക്കി വച്ച നാരറ്റീവ് ഭാരതമൊട്ടുക്കുമുള്ള ഹിന്ദുക്കൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് സത്യം. കാശി വിശ്വനാഥന്റെ യഥാർത്ഥ സ്ഥാനം, ജ്ഞാൻവാപി, മഥുര, ഇങ്ങനെ രാജനൈതികതയുടെയും മതഭീകരതയുടെയും ഭാഗമായി ഹിന്ദുക്കളുടെ നിഷ്കളങ്കമായ വിശ്വാസത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾക്കു മേലെ ഉയർത്തിയ പള്ളികളെല്ലാം തന്നെ മുസ്ലിം സമൂഹം സ്വയം ചിന്തിച്ച് ഹിന്ദുക്കൾക്ക് തിരികെ സമ്മാനിക്കണം. അവിടെയാണ് മതേതരത്വം പുഷ്കലമാവുക. അയോധ്യയിൽ പുതുതായി ഉയർന്ന രാമക്ഷേത്രം ഓരോ ഭക്തനിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണം അതുതന്നെയാണ്. സ്നേഹവും കാരുണ്യവും പ്രണയവും ഭക്തിയും എല്ലാം ഒന്നായിത്തീരുന്ന അസുലഭ നിമിഷത്തിലേക്ക് ഓരോ ഭക്തനെയും ആനയിക്കുകയാണ് അയോധ്യയിൽ ഉയർന്ന ശ്രീരാമക്ഷേത്രം. അതെ, ആത്മവിശ്വാസത്തിന്റെയും അന്തസ്സിന്റെയും ആഹ്ലാദത്തിന്റെയും മറ്റൊരു പേരാണ് അയോധ്യ. ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച. നമസ്തേ.